വിവാദ പ്രസ്താവനയുമായി സലിംകുമാർ. പെൺകുട്ടികൾ മുഴുവൻ ഫോണിൽ സംസാരിച്ചാണ് നടക്കുന്നത്. എന്താണ് ഇവർക്കൊക്കെ ഇത്രയും പറയാനുള്ളത്? ഒരു വിഭാഗം യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു, ഒരു വിഭാഗം മയക്കുമരുന്നിന് അടിമകളെന്നും സലിംകുമാർ. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവില്ല ഈ തിരക്ക്. നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോകാം. ഇവര് എന്തിനാണ് പറയുന്നത്? ആരോടാ? പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം, ഇത് ഒരാളല്ലേ. ഇത് വരുന്ന, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും, അതുമില്ല. ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ. ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. തീർന്നില്ല. ആശാവർക്കേഴ്സ് സമരത്തിൽ സർക്കാരിനെ പരിഹസിക്കുകയാണ് സലിംകുമാർ. പഴനിയിലും ശബരിമലയിലും ചെയ്യേണ്ട പൂജകൾ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോ എനിക്ക് അവരുടെ തീരുമാനം നല്ലതെന്ന് തോന്നി. PSC പരീക്ഷ CPO റാങ്ക് ലിസ്റ്റ് വന്ന പെൺപിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു. സാധാരണ പഴനിയിലും ശബരിമലയിലൊക്കെ ചെന്നിട്ട് അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട്. മുട്ടിലെഴുന്നു, പഴനി ചെയ്യുന്ന ഫലമുണ്ടനം ചെയ്യുന്നു നമ്മുടെ ആശാവർക്കേഴ്സ്. ഇത് എന്താ? പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ചെയ്യുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഏത് വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം? എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം? ഉന്മേഷ്, കോൺഗ്രസ് കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിലാണ് സലിംകുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പെൺകുട്ടികൾക്കെതിരായ ഒരു അധിക്ഷേപ പരാമർശം തന്നെയാണ്. ഇന്ന് അദ്ദേഹം പറവൂരിൽ നിന്നും കോഴിക്കോടേക്ക് കാറിലാണ് വന്നതെന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടത്. അതായത് വഴിയിലൂടെ നടന്നു വരുന്ന മുഴുവൻ പെൺകുട്ടികളും ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കില്ലാത്ത തിരക്കാണ് ഈ പെൺകുട്ടികൾക്കുള്ളത്. ആരോടാണ്, എന്തൊക്കെയാണ് ഈ പെൺകുട്ടികൾ പറയുന്നതെന്നും അദ്ദേഹം ഈ പ്രസ്താവനയിൽ വിവാദമായി ചോദിക്കുകയാണ്. എന്താണെങ്കിലും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ സലിംകുമാറിന്റെ ഈ പ്രസ്താവന വിവാദമായി കഴിഞ്ഞു, ചർച്ചയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് സർക്കാരിനെ പരിഹസിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടാണ്. പഴനിയിലും ശബരിമലയിലും ചെയ്യേണ്ട പൂജകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചെയ്യുകയാണ്. അതൊക്കെ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്നും സലിംകുമാർ പറയുന്നു. ആശമാർക്ക് പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം, കേരളത്തിലെ യുവാക്കളെല്ലാം വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പകുതിയിലധികം യുവാക്കളും വിദേശത്തേക്ക് കയറി പോകുന്നു. വിദേശത്തേക്ക് പോകാത്ത യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളാണ്. അതുകൊണ്ട് നല്ല യുവാക്കളൊന്നും കേരളത്തിലില്ല. അതുമാത്രമല്ല, സംസ്കാരം അറിയാത്തവരാണ് കേരളത്തിലെ യുവാക്കൾ. ആകെ അറിയാവുന്ന സംസ്കാരം ശവസംസ്കാരമാണെന്ന ഒരു പ്രതികരണം കൂടിയാണ് സലിംകുമാറിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിരിക്കുന്നത്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.